ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ ഫ്ലവർ ഷോയ്ക്ക് പോവാണ്. വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ, മാറ്റിയിട്ട് പിന്നെ അവിടെ എത്തിയിട്ടോ വീഡിയോ എടുത്ത്. ഇത് പിന്നെ അമ്മയും മോളും അല്ല കേട്ടോ, മേമയും മോളുമാണേ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നടന്നു പോകുന്ന കേട്ടോ കാണുന്നത്. പിന്നെ അവിടുന്ന് കുട്ടികൾക്ക് ഫോട്ടോസും പിന്നെ വെള്ളമൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ അവരതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ ലച്ചുമ്മേൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കണം കേട്ടോ, നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ ഒരാൾ ചളിയാന്ന് പറഞ്ഞിട്ട് പാൻറ്റ് പൊക്കി നിൽക്കുകയാണ്. അവിടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ലാവൻഡർ കളറൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ യെല്ലോ ഫ്ലവർ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഡമ്മിയാണോ വരെ തോന്നിപ്പോയി. അത്രയും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എല്ലാം ഒരുപോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ. അപ്പം ഞങ്ങളിങ്ങനെ പറയുകയും ചെയ്ത് ബൊക്കെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനൊക്കെ. ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞങ്ങൾ കൈ പോകുമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇവിടെ ആൾക്കാർ വെക്കുന്നുണ്ട്, ഞങ്ങളിങ്ങനെ ക്ഷമിച്ച് നിട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കുറേ റോസാപ്പൂക്കെ ഉണ്ടായിരുന്നു കേട്ടോ, റോസുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റോസിൻ്റെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ കുറേ നല്ല രസമുണ്ടായിരുന്നു. റോസൊക്കെ പറിക്കുക ഒന്ന് കിട്ടിയെങ്കിൽ എന്നൊക്കെ വിചാരിച്ചിട്ടോ. പിന്നെ ഞങ്ങൾ കോട്ടൺ ക്യാൻറ്റീൻ്റെയും പോപ്കോണിൻ്റെ ഒക്കെ ഷോപ്പ് കണ്ടു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകണോ വേണ്ടേ എന്ന് വെച്ചിട്ട് കുറേ നേരം നിന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ച് പോകാമെന്ന് പറഞ്ഞാൽ അവിടെ പോയപ്പോൾ അവർ കുറച്ച് ചാലഞ്ചൊക്കെ തന്നു. കോട്ടൺ ക്യാൻഡി ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ചാലഞ്ചൊക്കെ തന്നു. അതായിരുന്നു അവിടെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ 2 പോപ്കോൺ വാങ്ങി. പിന്നെ അവൾ ഒന്നും കൂടെ താന്ന് പറഞ്ഞിട്ടാണ് മേടിക്കുന്നത്. പിന്നെ ഏട്ടനും ചേച്ചിയും കഴിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പറയുന്നതും കേട്ട് അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു അവർ നോക്കിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പോപ്കോണ്. പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ ചേച്ചി ഏട്ടനോട് വേണമെന്നൊക്കെ ചോദിക്കണ്ടായിട്ടോ. പക്ഷേ പാവം ചേച്ചി ചമ്മിപ്പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നിട്ടോ, അങ്ങോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ് കുറച്ച് ഷോയൊക്കെ കാണിച്ച് ഇങ്ങനെ നടക്കുക കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു സംഭവം കണ്ടത്. ഇതാണ് കൈസ സംഭവം. കുറേ ബേഡ്സിൻ്റെ കൂട്ടം. പിന്നെ ഒരാൾ പാമ്പിനെയൊക്കെ കഴുത്തിലിട്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടപ്പോൾ ഓടിയിട്ടോ. ഈ റെഡ് ഷർട്ട് ചേട്ടൻ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. പാമ്പിനെ കൊണ്ട് കണ്ടില്ലേ, ഞങ്ങളെല്ലാവരും പേടിപ്പിക്കുമായിരുന്നു. ചേട്ടൻ വരുന്നിടത്തോളം ഞങ്ങൾ ഓടുമായിരുന്നു കേട്ടോ. പിന്നെ ഇതിനെ കണ്ടിട്ടോ, ഇതിൻ്റെ പേരറിയില്ല. ഞങ്ങൾ പോയപ്പോൾ കുറക്കായിരുന്നു കേട്ടോ അത്. പിന്നെ അവിടെ ഫുള്ള് ലവ് ബേഡ്സ് ആയിരുന്നു. പിന്നെ ഗൗരി ലവ് ബേഡ്സിനെ പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഓടുന്നുണ്ട്. പക്ഷെ അതിനൊന്നും കിട്ടുന്നില്ല. കുറേ ഓടി നോക്കി, പക്ഷെ കിട്ടിയില്ല കേട്ടോ. പിന്നെ ഓൾ അടുത്തോട്ട് പോകുന്നിടത്തോളം പേടിയായിട്ടോ. അവിടെ ഉണ്ടായ ചേച്ചിമാരൊക്കെ വിചാരിച്ച് അതിനെ പിടിച്ചെന്ന്. പക്ഷേ ഒക്കെ പിടിക്കാൻ കിട്ടിയില്ല കേട്ടോ. അത് കണ്ടിട്ട് ചേച്ചി ഓളെ ഓടിപ്പോയി പിടിക്കുക കേട്ടോ. അവളെ പിടിച്ചിട്ടുണ്ടെന്ന് അതിന് വാശി പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു റോബോട്ട് ഉണ്ടായിരുന്നു. അതിനോട് കുറേ വർത്തമാനം പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും അതിൻ്റെ അടുത്ത് വർത്തമാനം പറഞ്ഞു. അത് തിരിച്ചിങ്ങോട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇടയ്ക്കത് നമ്മുടെ മേത്തേക്ക് ചാടണ പോലെ ഉണ്ട് കേട്ടോ. പക്ഷെ അതിൻ്റെ വീഡിയോ കിട്ടിയില്ല. ഞങ്ങളപ്പോഴത്തേനും ക്യാമറ ഓഫാക്കി പോയി. പിന്നെ അവിടെ കുറേ ചപ്പൽസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല നമുക്ക് ഷോർട്ട് കുർത്തീൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ചപ്പൽസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. പിന്നെ ബുക്ക് സ്റ്റാൾ കണ്ടിട്ടോ. ചേച്ചി പിന്നെ കുറേ ബുക്കൊക്കെ എടുത്ത് നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ ഏതൊക്കെയോ ബുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട് മാധവിക്കുട്ടീൻ്റെ ബുക്ക് പിടിക്കടി ഫോട്ടോ എടുക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ പാവ് ബജി കണ്ടു, പാനിപൂരി ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് പാവ് ബജി വാങ്ങി. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ റൈഡ്സ് കാണുന്നുണ്ടായിരുന്നു ദൂരെ നിന്ന്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കുറേ ഉണ്ടായിട്ടോ. പിന്നെ അതിൽ ലച്ചുമ്മേനെയും ഗൗരിക്കുട്ടീനെയും കയറ്റിട്ടോ. പിന്നെ അവർ ഭയങ്കര ചിരിയും കളിക്കായിരുന്നു. കയറ്റിയപ്പോൾ ടാറ്റൊക്കെ തരിക, ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടോ. ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.